ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്റെ ഹൃദയം തളരുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 61 അധ്യായം 2 വാക്യം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ജീവിതത്തിൽ നമ്മുടെ ഹൃദയം തളരുന്ന നിമിഷങ്ങളുണ്ട്. നമുക്ക് ക്ഷീണവും തളർച്ചയും തോന്നുന്നു. ആ സമയങ്ങളിൽ നമ്മൾ നെടുവീർപ്പിടുന്നു, മതി കർത്താവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളൂ എന്ന്. ദാവീദ് രാജാവും ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ആന്തരിക ക്ഷീണം അനുഭവിച്ചു. പലർക്കും അദ്ദേഹം ആശ്വാസത്തിന്റെ ഉറവിടമായിരുന്നിട്ടും അദ്ദേഹത്തിന് സ്വന്തം പോരാട്ടങ്ങൾ തന്റെ കീഴിലുള്ള ആളുകളുമായി പങ്കിടാൻ കഴിഞ്ഞില്ല. പകരം അദ്ദേഹം തന്റെ കലങ്ങിയ ഹൃദയം നേരിട്ട് കർത്താവിന്റെ മുൻപാകെ പകർന്നു. ദൈവം എന്താണ് ചെയ്തത്? അവൻ ദാവീദിനെ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന്, നിരാശയുടെ ഒരു സ്ഥലത്ത് നിന്ന് ഉയർത്തി ഒരു ഉയർന്ന പാറയിൽ കാലുകൾ വെച്ചു. ഭൂമിയുടെ അറ്റം എന്ന പ്രയോഗം പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. ഒരാൾ കുഴിയുടെ ആഴങ്ങളിലേക്ക് വീണതുപോലെ തോന്നുന്ന ഒരു സാഹചര്യം. എന്നാൽ അത്തരം ഒരു സ്ഥലം നാം ദൈവത്തിന്റെ കൈകളിൽ ഒതുങ്ങിയിരിക്കുന്ന നിമിഷം അവൻ നമ്മെ ഉയർത്തുകയും ശക്തിപ്പെടുത്തുകയും ഒരു പാറയിൽ നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ അരികിൽ തൂങ്ങിക്കിടക്കുന്ന കള്ളനെ കുറിച്ച് ചിന്തിക്കുക. അവന്റെ ജീവിതം അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിരുന്നു. അവന്റെ ശക്തി ഇല്ലാതെയായി. അവന്റെ രക്തം വാർന്നു പോവുകയായിരുന്നു. അവന്റെ ഹൃദയം ക്ഷീണിക്കുകയും തളരുകയും ചെയ്തു. ആ നിരാശാജനകമായ നിമിഷത്തിൽ അവൻ യേശുവിനെ നോക്കി പ്രാർത്ഥിച്ചു, കർത്താവെ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഇത് ലൂക്കോസ് 23 അധ്യായം 42 വാക്യത്തിൽ കാണപ്പെടുന്നു. ഉടനെ ക്രിസ്തുവിന്റെ കാരുണ്യം അവനെ മരണത്തിന്റെയും നരകത്തിന്റെയും പിടിയിൽ നിന്ന് ഒരു ക്രെയിൻ ഭാരം ഉയർത്തുന്നത് പോലെ ഉയർത്തി പർദീസയിലേക്ക് കൊണ്ടുപോയി. യേശു പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടൊപ്പം പർദീസയിലിരിക്കും. ഇത് ലൂക്കോസ് 23 അധ്യായം 43 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവകൃപയുടെ ശക്തമായ ലിഫ്റ്റിംഗ് ശക്തി ഇതാണ്. ഒരു ലിഫ്റ്റ് ഒരു വ്യക്തിയെ അനായാസമായി ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ദൈവത്തിന്റെ ശക്തമായ കൈ അവന്റെ മക്കളെ അവർക്കൊരിക്കലും സ്വന്തമായി എത്താൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നു. നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ അവന്റെ കൈ നിങ്ങളെ വഹിക്കുന്നു. നിങ്ങൾ തളർന്നു പോകുന്നതായി തോന്നുമ്പോൾ അവന്റെ കൈ നിങ്ങളെ മുകളിലേക്ക് വലിക്കുന്നു. ശക്തിയില്ലാതാകുമ്പോൾ അവന്റെ ശക്തി നിങ്ങളെ കീഴടക്കുന്നു. ദൈവത്തിന്റെ പ്രിയമക്കളെ, ഈ പുതുവർഷത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാളും സങ്കല്പിച്ചതിനേക്കാളും വളരെ വലിയ ഒരു സ്ഥാനക്കയറ്റം, ഉയർച്ച എന്നിവ കർത്താവ് പദ്ധതിയിട്ടിട്ടുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 പത്രോസ് 5 അധ്യായം 6 വാക്യം. ദൈവത്തിന്റെ ശക്തമായ കൈക്കീഴിൽ താഴ്മയുള്ളവരായിരിക്കുവേൻ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി പുസ്തകം 43, 44, 45 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 12 അധ്യായം 24 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.